ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒന്ന് വീണ്ടും വന്നിരിക്കുന്നൊരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ്. ഒന്ന് ഐസിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാവിലത്തെ ഒരു ഭക്ഷണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇഡ്ഡലി, ദോശ, അതുപോലെ ചമ്മന്തിയുണ്ട്, ചട്നിയുണ്ട്. അപ്പോൾ കലാപരിപാടികളൊക്കെ വേണ്ടി നമ്മൾ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നമുക്ക് എന്തായാലും ഓണായാലും പെരുന്നാളും നമുക്ക് അതൊക്കെ വിട്ടു മാറ്റാൻ പറ്റില്ലല്ലോ. ഇവിടെ നല്ല മഴ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടോയെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ കണ്ടീഷൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ചങ്ങരംകുളത്തുള്ള വിൻസെൻ്റ് ഡോക്ടർ ഉണ്ട്, അതിനെയാണ് കേട്ടോ കാണിക്കുന്നത്. കുട്ടികളുടെ ഡോക്ടർ നല്ല ഡോക്ടർ തന്നെയാണ്. അപ്പോൾ മോളിനെ അപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ അവിടെ തന്നെയാണ് കാണിക്കാറ്. അപ്പോൾ ബർത്ത്ഡേ ബോയ് ഉണ്ട് നമ്മുടെ കൂടെ. അങ്ങനെ നമ്മൾ ഒരു 11:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഉച്ചയാകുമ്പോഴേക്കും നമ്മൾക്ക് ഇങ്ങനെ തിരിച്ചെത്താന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. പക്ഷേ 2 മണിയൊക്കെ ആയിട്ട് തിരിച്ച് വരുമ്പോൾ തിരക്കൊന്നും അധികം ഇല്ലെങ്കിൽ കൂടി നേരം വൈകി. കാരണം കുറേ ടൈം എടുക്കുന്നുണ്ട് ഓരോ പേഷ്യൻസിനും നോക്കാൻ വേണ്ടി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കുന്ന ഡോക്ടർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് ചെന്ന് അപ്പോൾ പോകുമ്പോൾ നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ പോണ ടൈമിൽ. പിന്നെ അവിടെ എത്താറാക്കുമ്പോഴൊക്കെ ഒന്ന് കുറഞ്ഞിട്ടൊന്ന് ലെവലൊക്കെ ആയിട്ടോ. അങ്ങനെ നമ്മളവിടെ പോയി ഡോക്ടറെ കണ്ടു. അധികം തിരക്കൊന്നും മരുന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് പോരാണ് കേട്ടോ. കയ്യിൽ ഒരു റോസാപ്പൂ പിടിക്കുന്ന പോലെ മിഠായിയൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരികയാണ് വീട്ടിലേക്ക്. ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ടോ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ എന്ന് പറയാൻ നമ്മളെല്ലാ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയെന്ന പോലെ ഉച്ചയ്ക്ക് നെയ്ച്ചോറൊക്കെ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഫുഡ് കഴിക്കുന്ന ടൈം ആയിക്കണം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബീഫ് കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉമ്മ തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സമയമാകുമ്പോഴേക്കും നമ്മുടെ കേക്ക് എത്തിയിട്ടോ. പിന്നെ അവനൊരു സ്പൈഡർമാൻ ഫാൻ ആയ കാരണം അവൻ്റെ കേക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് 3 വയസ്സാണ് അവനക്ക് തികയുന്നത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ റെഡിയായി കുറച്ച് സമയം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. വൈകിട്ടാണോ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഒരു കേക്ക് കട്ടിക്കൽ, ഒരു ഫുഡ് ഉണ്ടാക്കില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരാഘോഷം എന്ന് പറയണമെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.